എൻ്റെ പേര് ബാലകൃഷ്ണൻ. ഞാൻ എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി ഹാൻഡ്ലൂം സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ് നിലവിൽ. കൈത്തറി വ്യവസായമായി ഞാനൊരു 5 വയസ്സിൽ എനിക്കൊരു പരിചയമാണുള്ളത്. ഇത്തരം നൂലുകൾ, ഇത് ബോബിൻ ചുറ്റി എടുത്തേക്കണാണ്. ഇതാണ് നൂലുകൾ. ഇത് 2 ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ഈരയുടെ തോളത്തെന്ന് പറയുന്ന 2 ത്രെഡ് ഉണ്ടാവും. ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ തനതായിട്ടുള്ള ഒരു ശാസ്ത്രം തന്നെയാണ്. നമ്മുടെ ഗ്രാൻഡ് പേരൻസിനൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്ന എന്ത് അസുഖം വന്നാലും നമ്മുടെ ഹോം റെമഡീസ് അല്ലെങ്കിൽ ആയുർവേദത്തിന് ചുറ്റിപ്പറ്റി നിന്നിട്ടാണ് നമ്മുടെ ചികിത്സാ സമ്പ്രദായം ഒക്കെ ഉണ്ടായിരുന്നത്. ഞാനൊരു കഥകളി നടനാണ്. കേരളത്തിലും കേരളത്തിന് പുറത്തും ലോകരാജ്യങ്ങളിലൊക്കെ പോയി കഥകളി അവതരിപ്പിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. അത് ചായ് വാഗമൺ എന്ന് പറയുന്ന പ്രസ്ഥാനം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി അവതരിപ്പിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും ഇത് പടർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായി തീരും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എൻ്റെ പേര് റിൻഡോ. ഞാൻ പുള്ളിക്കാനം ടീ എസ്റ്റേറ്റ് ഫാക്ടറിയുടെ അസിസ്റ്റന്റ് മാനേജറാണ്. ചായ് വാഗമൺ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി മാഡത്തിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതും ഇവിടുത്തെ ഗസ്റ്റിനെ ടീ മാനുഫാക്ചറിങ്ങും അതുപോലെ ടീ ടേസ്റ്റിങ്ങും എല്ലാം പറഞ്ഞു കൊടുക്കാനും നമ്മൾ ഈ ഒരു ഇത്രയും നേരം പങ്കെടുക്കാനും പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. Even we do certain activations or certain events in the city itself, and sometimes it's difficult to get people there. Pulling people all the way to Wagaman. Well done on that for sure. No, even the curation, like every single thing, whether it was the printmaking, whether it was the weaving, whether it was the food curation, whether it was the kite flying, everything, the performances, the chess, everything. So what strung you up? Because it is all different, but at the same time it's very similar, and similar type of people would like it. Hello, I'm Enno. I'm a researcher from Germany and currently visiting Kerala for the first time. Nice to bring me to this Vishu celebration today. ഞാൻ ഇന്നത്തെ ചായഡ് വാഗമൺ ഇവൻറ്റിൽ ചെസ് മാസ്റ്റർ ക്ലാസ് കണ്ടക്ട് ചെയ്തിരുന്നു. നമ്മൾ ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യം എന്ന് വെച്ചാൽ 5 വയസ്സുള്ള ആളും 50 വയസ്സുള്ള ഒരാളും ഒരുമിച്ചിരുന്നാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അത് ലോറി ബേക്കർ തുടങ്ങിയ കാലം മുതൽ ഈ പാവങ്ങളാണല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി തുടങ്ങി വെച്ചൊരു ഹോസ്പിറ്റലാണ്. അവർ പിദേറ ഗാർഡിൽ നിന്നാണ് വരുന്നത്. 1962 അവിടുത്തെ നമ്മുടെ ചൈനയൊക്കെ ആയിട്ട് യുദ്ധമായിരുന്നുകൊണ്ട് അവിടെ നിന്ന് പോരേണ്ടി വന്നു. അങ്ങനെ അവർ താഴോട്ട് വന്നപ്പം, കേരളത്തിലേക്ക് വന്നപ്പം അവർക്ക് വീണ്ടും പാവപ്പെട്ട ജനങ്ങളോടുള്ള സ്നേഹവും സഹതാപവും അവർക്ക് വേണ്ടി പ്രയോജനപ്പെട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള രീതിയിലാണ് അവരിവിടെ വരുന്നത്. ലക്ഷ്മി വീവിങ്ങിനെ പറ്റിയിട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. യു വീവ് റിലേഷൻഷിപ്സ്, യു വീവ് ബോണ്ട്സ്, യു വീവ് മെമ്മറീസ്. വളരെ തിരക്കുള്ളൊരു ജീവിതത്തിൽ നിന്ന് വളരെ പീസ്ഫുള്ളായ, വളരെ സ്ലോ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വന്ന് നമ്മൾ തികച്ചും അപരിചിതരായിട്ടുള്ള കുറേ ആളുകളുടെ കൂടെ, എന്നാൽ ചില താല്പര്യങ്ങൾ പങ്കുവെക്കുന്ന, ഷെയർ ചെയ്യുന്ന ആളുകളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു എനർജിയും ഒരു വൈബും ഒക്കെ വളരെ ഇമ്പാക്റ്റ്ഫുള്ളും പോസിറ്റീവുമാണ്.